പി ശശിയുടെ ഭാഗത്താണ് വീഴ്ച. ആരായി എങ്ങനെ പി ശശിന്റെ വെറുതെ ആവശ്യമില്ലാണ്ട് വർത്താനം പറയാം? അല്ല അങ്ങനെ പറയല് പി ശശിന്റെ അതെങ്ങനെ ഒന്നിന് പരാതിയല്ല, പല സ്ഥലത്ത് പോയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അത് പി ശശിന്റെ പേരടി കയറാൻ വേണ്ടി വെറുതെ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ട് ദളിത് സ്ത്രീയെ പോലീസ് അകാരണമായി ഉപദ്രവിച്ചു എടുത്തു എന്നൊക്കെയാണ് പരാതികൾ. അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. തെറ്റായ നിലപാട് ആര് സ്വീകരിച്ചാലും അവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റോ പാർട്ടിയോ ആരും തന്നെ ഉണ്ടാവില്ല. അതാരായാലും കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിനാവശ്യമായ സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പാർട്ടിയും അതിന് പരിപൂർണമായ പിന്തുണയാണ്. തെറ്റായ ഒരു സമീപനത്തെയും വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷെ അത് സ്ത്രീ പരാതിയുമായി ഏതായാലും ആരതായാലും അതാ പറഞ്ഞത്, ഏത് പരാതിയായാലും തെറ്റായ ഒരു നിലപാടിനോട് സന്ധി ചെയ്യുന്ന പ്രശ്നമില്ല. അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് ഗവൺമെന്റ് അതിശക്തിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയാൻ. പി ശശിയുടെ ഭാഗത്താണ് വീഴ്ച. ആരായി എങ്ങനെ പി ശശിന്റെ വെറുതെ ആവശ്യമില്ലാണ്ട് വർത്താനം പറയാം? അല്ല അങ്ങനെ പറയല് പി ശശിന്റെ അതെങ്ങനെ ഒന്നിന് പരാതിയല്ല, പല സ്ഥലത്ത് പോയിട്ടുണ്ടാവുമല്ലോ. പിന്നെ അത് പി ശശിന്റെ പേരടി കയറാൻ വേണ്ടി വെറുതെ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞിട്ട് നമ്മളെല്ലാം പറഞ്ഞു. ഇതെല്ലാം ലോകം മുഴുവൻ കേൾക്കുന്നതാണ്, കാണുന്നതാണ്. പരാതിയായി എത്തുമ്പോൾ പരാതിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചില്ലാണ്ട് ഗവൺമെന്റ് പോകാൻ പറ്റില്ല. പ്രതിപക്ഷം ഇനി ഒരു കൊല്ലക്കാലം പൂർണ്ണമായിട്ട് ഈ ആയുധാക്കാനാകുന്നു. അത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിങ്ങളോട്. പ്രതിപക്ഷത്തിന്റെ അടുത്ത പണി വേറെ ഒന്നും അവർക്കില്ല. കേരളത്തിലെ ഒരു പുതിയ കേരളമായിട്ട് രൂപപ്പെട്ട് മുന്നോട്ടേക്ക് വരാൻ പോകുമ്പോൾ ആ കേരളത്തെ എങ്ങനെയാണ് നശിപ്പിക്കുക, കേരളത്തിലെ വികസന പ്രവർത്തനം എങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നതാണ് നിങ്ങളെ ഓരോ പ്രധാനപ്പെട്ട ചുമതലയായിട്ട് അവർ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം മുതലാളിമാരാണ് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒരിക്കലും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളവരുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു കുത്തക മുതലാളി ഒരു പാർട്ടിയുടെ പ്രസിഡന്റാകുന്നത്. അത് ഈ കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്. കോൺഗ്രസ് ആയാലും മറ്റേത് പാർട്ടിയായാലും യഥാർത്ഥത്തിൽ BJP തന്നെ പണ്ടത്തെ ജനസംഘടന എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ KG മാരാറെ പോലുള്ളവർ ആരായിരുന്നു അതിന് നേതാക്കന്മാരായിട്ട് വന്നു. അത് അവരെ പോലുള്ള അവരാണ്. നേരെ മറിച്ച് ഇപ്പോഴൊരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് തന്നെ പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കത്തക്ക രീതിയിൽ അതിന്റെ സമ്പത്ത് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് മുമ്പോട്ടേക്ക് പോകത്തക്ക രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരികയാണ് കേരളത്തിൽ. അത് നമ്മളോട് മനസ്സിലാക്കണം. അതിന്റെ എല്ലാം വക്താക്കളാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ ഉൾപ്പെടെ. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു അല്ലാന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ, ഇനിയുള്ള ഒരു കൊല്ലക്കാലം, ഇത് 4ാമത്തെ കൊല്ലം കഴിഞ്ഞ് 5ാമത്തെ കൊല്ലത്തിൽ ആ ഒരു കൊല്ലക്കാലം ഗവൺമെന്റിനെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട്, അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കെതിരായിട്ട് എന്തെല്ലാം തുരുമ്പുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൂടി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കൊല്ലം നല്ല പോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കണം. ഇവരെന്തും പറയാൻ മടിയില്ലാത്ത ഒരു സെറ്റായിട്ട് മാറിയിരിക്കുകയാണ് CPM-നെതിരായിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് ഈ പറയുന്ന ബൂർഷ്വാ മാധ്യമങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ഈ പറയുന്ന ഒരു വലിയ സെറ്റ് ആളുകളും. അതുകൊണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ധരിക്കണ്ട. കേരളം 3ാം ഗവൺമെന്റിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കും, ഒരു സംശയവും വേണ്ട. അത്ര മതി.